ഭാഷകൻ MS സജി കൂടി നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ MS സജി, ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ ഒരു കേസ് തന്നെയായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായ കേസുകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അത്രയും വിചിത്രമായ ഒരു സംഭവം നമ്മുടെ മുന്നിൽ നടക്കുന്നു. കഴിഞ്ഞ 8 വർഷമായി അതിന്റെ വിചാരണകൾ പുരോഗമിക്കുന്നു. അതിനിടയിലുള്ള കേസ് ഡയറി ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ചിലരെങ്കിലും, എല്ലാവരും എന്ന് നമ്മൾ പറയുന്നില്ല, കൃത്യമായ അതിജീവിതയ്ക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ചിലരിലെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വിധി, ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? വിധിയെ ഭാഗികമായി മാത്രമേ ഈ വിധിന്യായത്തെ സ്വാഗതം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഈ വിധി, ഈ സംഭവത്തെ നമ്മൾ രണ്ടായി തിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പ്രശസ്തയായ സിനിമാ നടിയെ വളരെ സങ്കല്പിക്കാൻ കഴിയാത്ത പീഡനത്തിന് ഒരു രാത്രി വിധേയാക്കുക. അതിന് എന്തുകൊണ്ട് അത് ചെയ്യപ്പെട്ടു? അങ്ങനെ ഈ പറഞ്ഞ 6 പേർക്കും ആ സ്ത്രീയുമായി, ആ നടിയുമായി, അത് വളരെ സെലിബ്രിറ്റിയായ, കേരളം അറിയപ്പെടുന്ന ആ സ്ത്രീയുമായി ഒരു പ്രത്യേക വിരോധത്തിന് കാരണമില്ല. അപ്പോൾ സിനിമയിൽ പോലും കണ്ട് പരിശീലിക്കാത്ത, നാം കാണാത്ത രീതിയിൽ ഈ സ്ത്രീയെ കൊണ്ടുപോയി ഇത്തരം പീഡനത്തിന് വിധേയാക്കി പുറത്തടി കളയുകയാണ്. അതിനു മുമ്പ് നടന്ന ഒരു എപ്പിസോഡ് എന്തുകൊണ്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ വിധിയെ ഭാഗികമായി മാത്രം സ്വാഗതം ചെയ്യാൻ എന്നെപ്പോലുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നു. കാരണം, അല്പം കൂടെ പശ്ചാത്തലത്തിലേക്ക് പോവേണ്ടതുണ്ട്. നാം എല്ലാം ഓർമ്മിക്കുന്നത് പോലെ ഈ കേസ് രംഗത്തുകൊണ്ടിരുന്ന് അന്തരിച്ച, എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ PT തോമസ് MLA യുടെ ഇടപെടൽ കൊണ്ടാണ്. ഇന്ന് രാവിലെ ചർച്ചയിൽ ശ്രീമതി ഉമാ തോമസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് MLA യുടെ ഒരു ബൈറ്റ് ഞാൻ കാണുകയുണ്ടായി. പറഞ്ഞത്, PT തോമസിനെ പോലെ അതിപ്രഗത്ഭനായ ഒരാളുടെ കാറ് പോലും വർക്ക്ഷോപ്പിൽ നിന്നും ഇറക്കി, അത് ടയോട്ട കാറ് വർക്ക്ഷോപ്പിൽ സർവീസ് കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാൽനട യാത്രക്കാരൻ തടഞ്ഞു നിർത്തി പറയുകയാണ്, കാറ് പൊളയുന്നുണ്ട്. നോക്കുമ്പോൾ 4 കാർ ടയറിന്റെയും 4 ടയറുകളും ബോൾട്ട് ഇളകിയ രീതിയിലായിരുന്നു. പിന്നീട് അതങ്ങനെ ഉപേക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് കാറിന്റെ സർവീസ് സെന്ററിൽ നിന്ന് പറയുകയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ പശ്ചാത്തലത്തിലേക്ക് പോവേണ്ടതുണ്ട് ഈ കേസിന്റെ. മാത്രവുമല്ല, ഈ കേസിൽ ഈ 8ാം പ്രതിയായിട്ടുള്ള നടനെ വെറുതെ വിട്ടതിന് ശേഷം നടത്തിയ ആ പ്രതികരണത്തിൽ തന്നെ ഒരു ഇമ്പൾസ് അഭിഭാഷകൻ MS സജിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു വിധി, അത് അങ്ങനെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുക, അത് അത്ര സാധ്യമായൊരു കാര്യമല്ല. MS സജി തുടരുന്നുണ്ട്. ശ്രീ സജി, പറഞ്ഞോളൂ, തുടരാം. താങ്കൾക്ക്, നമ്മൾ ഈ കേസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ആ കേസിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. പിന്നെ ഈ കേസിൽ ഒരു ഫെയർ ട്രയൽ നടന്നിട്ടുണ്ടോ? ഈ കേസിൽ ഒരു പരിപൂർണമായിട്ടുള്ള സ്വതന്ത്രമായ ഒരു വിചാരണ നടപടികൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കേരളം പലപ്പോഴും സംശയാസ്പദമായ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിപ്രഗത്ഭരും വളരെ പരിചയസമ്പന്നരുമായ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാര് മടുത്തിട്ട് എന്ന രീതിയിൽ കേസ് ഉപേക്ഷിച്ചു പോവുകയുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, 3ാമത്തെ പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് അജകുമാറാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് കൃതഹസ്തരായ ഈ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാര് വിചാരണ വേളയിൽ അവർക്കുണ്ടാക്കിയ അസ്വാരസ്യം എന്താണ്? നിഷ്പക്ഷമായ ഒരു വിചാരണ ആ കോടതിയിൽ നടക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ശ്രമത്തിൽ നിന്നും പിന്തിരിയുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ ഈ 2 പ്രഗത്ഭരായ, ഒരാൾ CBIയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന മിസ്റ്റർ അനിൽകുമാറാണ്, മറ്റൊരാൾ മിസ്റ്റർ സുരേഷാണ്, തൃശ്ശൂരെ പ്രഗത്ഭനായ ഒരു സീനിയർ അഭിഭാഷകൻ. ഇവർക്ക് എന്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് ഈ പ്രോസിക്യൂഷൻ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഇതിനിടയിൽ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ പല സംഭവങ്ങളും ഈ കേസിന്റെ വിചാരണക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട് പുറം ലോകം അറിയാതെ എന്നുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം ജനങ്ങൾക്കിടയിലുമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഈ ശിക്ഷ വെറുതെ ശിക്ഷയിൽ മുങ്ങിപ്പോവുകയാണ്, ആ വാർത്തയിൽ മുങ്ങിപ്പോവുകയാണ്. മറ്റൊരു കാര്യം കൂടെ പോട്ടെ. ഈ കേസിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ മാറിയിട്ടുണ്ട്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കുമ്പോഴും എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും 3 തവണ ഇത് ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം 3 ഘട്ടങ്ങളിലായി ഇത് ആരൊക്കെയോ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്.